എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2025 നിങ്ങൾ ഒരു എൽഡി ക്ലർക്കായിട്ട് സർവീസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് എത്ര രൂപ ലഭിക്കുമെന്ന് നോക്കാം. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. പുതുതായി ജോയിൻ ചെയ്യുന്ന ഒരു എൽഡി ക്ലർക്കിൻ്റെ ബേസിക് സാലറി 26,500 രൂപയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് ചേഞ്ച് ചെയ്യാറുണ്ട്. 2026 ഇതിന് മാറ്റമുണ്ടായേക്കാം. നിലവിൽ 26,500 രൂപയാണ് ബേസിക് സാലറി ആയിട്ട് പറയുന്നത്. പിന്നീട് ലഭിക്കുന്നത് ഡിയർനെസ് അലവൻസ് ആണ്. ബേസിക് സാലറിയുടെ 15% നിലവിലെ ഡിയർനെസ് അലവൻസ് വരുന്നത്. നിലവിലെ DA 15% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3,975 രൂപ ഡിയർനെസ് അലവൻസ് ആയിട്ട് വരുന്നു. പിന്നീട് ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. ഇത് 1,200 രൂപയായിട്ട് നമുക്കിവിടെ എടുക്കാം. അത് നമ്മൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് ഡിഫറൻസ് വരുന്നതാണ്. നമുക്ക് പോസ്റ്റിങ്ങിൽ ലഭിക്കുന്നത് പഞ്ചായത്ത് ഏരിയകളിലാണെങ്കിൽ ഈ ഒരു HRA ആണ് വരുന്നത്. മറ്റ് ഏരിയകളിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിലൊക്കെയാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ HRAയിൽ വ്യത്യാസമുണ്ടാവും. ഇത്രയുമാണ് ഗ്രോസ് സാലറി ആയിട്ട് വരുന്നത്. ബേസിക്ക്, അതുപോലെ തന്നെ HRA, ഡിയർനെസ് അലവൻസ് എല്ലാം കൂടെ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 31,675 രൂപ ഗ്രോസ് സാലറി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കട്ടിങ് എന്തൊക്കെ ഉണ്ടാവും നോക്കാം. മാൻഡേറ്ററി ആയിട്ടുള്ള കട്ടിങ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രൂപ്പ് ഇൻഷുറൻസ് 800 രൂപ ഗ്രൂപ്പ് ഇൻഷുറൻസ് വരുന്നുണ്ട്. സ്റ്റേറ്റ് ഇൻഷുറൻസ് 500 രൂപ വരുന്നുണ്ട്. പിന്നീട് ആരോഗ്യ ഇൻഷുറൻസ് ആണ്. മെഡിസിപ്പാണ് ആരോഗ്യ ഇൻഷുറൻസ്. നിലവിൽ 500 രൂപയാണ് നമ്മൾ മെഡിസിപ്പിന് കണക്കാക്കുന്നത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ വരുന്നുണ്ട്. കോൺട്രിബ്യൂട്ടറി പെൻഷനും മാൻഡേറ്ററി ആണ്. ബേസിക്കും അതുപോലെ തന്നെ ഡിയർനെസ് അലവൻസും ആഡ് ചെയ്ത് അതിൻ്റെ 10% കോൺട്രിബ്യൂട്ടറി പെൻഷനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 3,047 രൂപയാണ് ആ നിലവിലെ കോൺട്രിബ്യൂട്ടറി പെൻഷനിലോട്ടുള്ള നമ്മളുടെ സംഭാവന വരുന്നത്. പിന്നീട് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള അടവാണ്. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് മിനിമം 6%, നമ്മളുടെ ബേസിക് സാലറിയുടെ മിനിമം 6% നമ്മൾ ആ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടതാണ്. പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കട്ടിംഗ് ആയിട്ട് 26,500ൻ്റെ 6%, അതായത് 1,590 രൂപയോളം പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്. ടോട്ടൽ 6,437 രൂപ നമ്മളുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെയൊക്കെ എമൗണ്ട് നമുക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്തും അല്ലാതെയുമൊക്കെ വിഡ്രോ ചെയ്യാവുന്നതാണ്. എങ്കിലും ഇത്രയും തുക 6,437 രൂപയോളം നമ്മളുടെ ഈ ഒരു സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ആവും. ഇൻഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നത് ഈ ഒരു എമൗണ്ടും കൂടെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു തുകയായിരിക്കും. മിനിമം 25,238. ഈ ഒരു എമൗണ്ടിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരാം. പക്ഷേ ഇതൊരു മിനിമം സാലറിയാണ് നമ്മൾ പറയുന്നത്. സ്പെഷ്യൽ അലവൻസ് അതുപോലെ തന്നെ HRAയുടെ ഒക്കെ ഡിഫറൻസിൽ കുറച്ചും കൂടെ സാലറി ഇൻക്രീസ് ലഭിക്കാം. എങ്കിലും മിനിമം അഷ്വേർഡ് തുകയാണ് 25,238 രൂപ. ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.